നമസ്കാരം. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ യുദ്ധം ഇതുവരെയും ഏകദേശം 10 രാജ്യങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേലും യുഎസും സംയുക്തമായി ഇറാനെ ആക്രമിക്കുകയാണ്. അതിന്റെ ഫലമായി ഈ 3 രാജ്യങ്ങളും പരസ്പരം യുദ്ധത്തിലാണ്. ഇസ്രായേലിനൊപ്പം ഇറാൻ, സൗദി അറേബ്യ, യുഎഇ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനികരെയും സൈനിക താവളങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് മറ്റാരുമല്ല, മറിച്ച് പാകിസ്ഥാനാണ്. അതും മറ്റൊന്നുമല്ല, സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാർ കാരണം പാകിസ്ഥാൻ സംഘർഷത്തിൽ പങ്കുചേരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അടുത്തിടെ സൗദി അറേബ്യക്കെതിരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ഇടപെടുമോ എന്നതാണ് ചോദ്യവും. വാസ്തവത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഒരു തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ അനുസരിച്ച് ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കണം എന്നാണ്. ഇതിനർത്ഥം ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ മറ്റേ രാജ്യം അതിനെ പ്രതിരോധിക്കാൻ എത്തുമെന്നാണ്. ഇപ്പോൾ ഈ കരാർ സംരക്ഷിക്കുക എന്ന വെല്ലുവിളിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. എന്നാൽ ഇറാനെതിരെ നടപടിയെടുക്കുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറാൻ പാകിസ്ഥാന്റെ ഒരു പ്രധാന അയൽക്കാരാണ്. കൂടാതെ അലി ഖമേനിയുടെ മരണശേഷം പാകിസ്ഥാൻ പൊതുജനങ്ങൾ ഇറാനോട് അനുകമ്പയുള്ളവരാണ്. അതിനാൽ തന്നെ ഇറാനെതിരെ നടപടിയെടുക്കുന്നത് പാകിസ്ഥാന്റെ സൈന്യത്തെയും സർക്കാരിനെയും സ്വന്തം നാട്ടിൽ ജനപ്രീതി ഇല്ലാത്തവരാക്കി മാറ്റും. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുമായുള്ള കരാർ സംരക്ഷിക്കുക എന്ന വെല്ലുവിളിയും പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാന്റെ കരാറിന്റെ ഭാവി. ഈ പ്രതിരോധ കരാർ ഉദ്ധരിച്ച് സൗദി അറേബ്യയെ ആക്രമിക്കുന്നതിൽ നിന്നും ഇറാനെ തടഞ്ഞുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു മധ്യസ്ഥത തേടുകയാണ് എന്ന് ഈ ഇടപെടലിലൂടെ കാണിക്കുന്നത്. പാകിസ്ഥാന് യുഎസുമായി നല്ല ബന്ധവും സൗദി അറേബ്യയുമായി ഒരു പ്രതിരോധ കരാറുമുണ്ടെങ്കിലും അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാക് സൈന്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യയുമായി അതിർത്തി സംഘർഷങ്ങൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇനി ഇറാനുമായുള്ള ഒരു സംഘർഷം അതിനെ കൂടുതൽ ഗുരുതരമായ പ്രശ്നത്തിലേക്കാക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്.